കോൺഗ്രസ് നയമില്ലാത്ത പാർട്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDP-യുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നത് BJP-യെ സഹായിക്കാനാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു SDP-ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, അത് UDF ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനനുയോജ്യമായ രീതിയിലാണ് കെ സുധാകരൻ്റെ പ്രസംഗം. UDF നേതാക്കന്മാരുടെ നിലപാട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ്. അപ്പോൾ പറഞ്ഞത് സുധാകരനാണ്, KPCC പ്രസിഡന്റ്. അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല. ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം, ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ്. അല്ലാതെ കുറേ ആളുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല. ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായി വരും. ഇവർ പിന്നെ കോൺഗ്രസിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായിട്ട്, അല്ല BJP-ക്കെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് SDP പറയുന്നത് യാതൊരു കാര്യമില്ല. കാരണം തമിഴ്നാട്ടിൽ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്, അവിടെ BJP-ക്കെതിരായിട്ടില്ല. AIDMKയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് അവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുമല്ല. അപ്പോൾ അതൊക്കെ അവസരവാദപരമായ വിശദീകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ ഇവിടെ UDF അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പരാജയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ.